ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഇന്ന് നമ്മുടെ വർക്ക്ഷോപ്പിൽ യാദൃച്ഛികമായിട്ട് കയറി വന്ന ഒരു പഴയ ക്ലാസിക് കാറാണ്. ഓട്ടോമൊബൈൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ പല ബുക്സിലും ഇതിൻ്റെ ഫോട്ടോസും കട്ടൗട്ട്സൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാലും നേരിട്ട് ഇതിനെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതാണ് പ്ലിമത്ത് എന്ന് പറഞ്ഞ ഒരു കാറാണ്. പ്ലിമത്ത് ബെൽവെഡർ എന്നാണ് ഇതിൻ്റെ പേര്. സംഭവം ഒരു 70 വർഷത്തിലധികം പഴക്കം ഈ കാറിനുണ്ടാവും. എന്നാലും ഇത്രയും ഭംഗിയായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുന്ന ഇതിൻ്റെ ഓണറിന് ഒരു കുതിര പവർ ഇരിക്കട്ടെ. വളരെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പരമാവധി ഒറിജിനൽ പാർട്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. AC ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പഴയ ഡയൽ ഗേജൊക്കെ നമുക്ക് കാണാം. ചിലതൊക്കെ മാറ്റി പുതിയ വണ്ടികളുടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഗിയറിന് മാറ്റമുണ്ട്. അതേപോലെ തന്നെ പവർ സ്റ്റിയറിങ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. അക്കാലത്ത് പവർ സ്റ്റിയറിങ് ഉണ്ടായിരുന്നില്ല. പവർ സ്റ്റിയറിങ് ചെയ്തിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇഷ്ടംപോലെ ലെതർ അപ്പോൾസ്ട്രി വർക്കുകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സീറ്റുകളാണെങ്കിലും ബാക്ക് സീറ്റും കാണിച്ചു തരാം. ബാക്ക് സീറ്റ് ഇൻറ്റീരിയർ മൊത്തത്തിലാകെ റൂഫ് അടക്കം നല്ല രീതിയിൽ തന്നെ ലെതർ വർക്ക്, ഡോർ പാഡ് അടക്കം ലെതർ വർക്ക് ചെയ്ത് നല്ല അടിപൊളിയാക്കി തന്നെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാറുകളുടെ ഒരു പ്രത്യേകതയാണല്ലോ ക്രോം വർക്ക്. ഇഷ്ടം പോലെ ക്രോം വർക്ക് കാണാം. ക്രോമിൻ്റെ സ്ട്രിപ്പും, ക്രോമുള്ള ബമ്പറും, ക്രോമുള്ള മിററും, അതുപോലെ നമ്മുടെ വിൻഷീൽഡിന് ചുറ്റുമുള്ള ഒരു ക്രോമിൻ്റെ ഒരു ലൈനിങ്ങും, അതേപോലെ തന്നെ നമ്മുടെ സൈഡ് ഗ്ലാസ്സുകളുടെ ചുറ്റിനുമുള്ള ക്രോമിൻ്റെ ബീഡിങ്ങും ഒക്കെ വളരെ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് ഒരു ഡീസൽ എഞ്ചിനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഇത് ഒറിജിനൽ എഞ്ചിൻ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇത് ഏതോ കാലത്ത് ഡീസൽ കൺവേർഷൻ ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. എന്നാൽ അത്യാവശ്യം നല്ല സൈസുള്ള, കാറിൻ്റെ വലിപ്പവും വെയിറ്റും വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു സൈസുള്ള എഞ്ചിൻ തന്നെയാണ്. ഇൻഡയറക്റ്റ് ഇഞ്ചക്ഷൻ ടർബോ ചാർജർ എഞ്ചിനാണ് ഇതിൽ വെച്ചേക്കുന്നത്. പക്ഷേ ഇത് ഏത് എഞ്ചിനാണെന്ന് നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. സംഭവം വന്നതെന്ന് വെച്ചാൽ ഇതിലൊരു ചെറിയ ഓവർ ഹീറ്റ് കാണിച്ചാണ് വന്നേക്കുന്നത്. അപ്പം നോക്കുമ്പോൾ എഞ്ചിൻ്റെ സൈഡിലുള്ള വാട്ടർ ഡമ്മി കംപ്ലൈൻ്റ് ആയിട്ടാണ് വണ്ടി വന്നേക്കുന്നത്. എന്നാലും ഇതിന് സൂട്ടാകുന്ന വാട്ടർ ഡമ്മി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഈ വണ്ടി ഒന്ന് റെഡിയാക്കി കൊടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ എഞ്ചിൻ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീസൽ കൺവേർഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നന്നായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനയിൽ ഫയറിംഗ് സീക്വൻസ്, ഫയറിംഗ് ഓർഡറും കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡമ്മി മാറണമെങ്കിൽ ഇതിൻ്റെ ടർബോ ചാർജർ മാനിഫോൾഡൊക്കെ അഴിക്കണം. അതിനുള്ള പെടാപ്പാടിലാണ്. കുറേ കിടന്ന് പരിചയപ്പം മനസ്സിലായി ഫോഴ്സിൻ്റെ ഒരു എംബ്ലം കണ്ടു. അപ്പം മനസ്സിലാക്കാൻ സാധിച്ചു ഇത് പഴയ ഫോഴ്സും ബെൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ഏതോ ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ സംഭവം നമ്മുടെ വാട്ടർ ഡമ്മിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ ജോർജ് കുട്ടി, നമ്മുടെ ഇവിടുത്തെ മെയിൻ മെക്കാനിക്കായ ജോർജ് കുട്ടി സംഭവം എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പരിപാടി തീർത്തിട്ട് വണ്ടി നമുക്ക് കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിലിട്ട് രണ്ടാമതൊന്ന് ഓടിച്ച് ഓടിയിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ടിങ് ഇട്ട് നല്ല രസമുണ്ട്. പഴയകാല ഒരു ഡീസൽ ക്ലട്ടർ കേൾക്കാനായിട്ട് നല്ല രസമുണ്ട്. വണ്ടി കുറച്ച് നേരം റണ്ണിങ്ങിൽ കിടക്കട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ വിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ കളറുള്ള ലെൻസാണ്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിന് വേറെ ഒരു മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ആംബർ കളറില്ല, അങ്ങനത്തെ ഒരു സ്റ്റൈല്. പ്ലിമത്തിൻ്റെ ലോഗോ ഇവിടെ കാണാം. അതുപോലെ ബെൽവെഡറിൻ്റെ ബെൽവെഡർ എന്നുള്ള വേരിയൻ്റാണിത്. പിന്നെ ഇതിനകത്ത് വളരെയധികം ആകർഷകമായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു ലോഗോ ഉണ്ട് ഇവിടെ. ഇതൊരു ലെൻസിനകത്ത് ചെയ്തേക്കുന്ന ലോഗോയാണ്. ഒരു പഴയകാല പായക്കപ്പലാണ് കാണാൻ സാധിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ സംഭവം കാണാനായിട്ട്. ഗ്ലാസ്സിൽ എന്തോ ചെയ്തേക്കുന്ന വർക്കാന്ന് തോന്നുന്നു കണ്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല. എന്നാലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടുക. ഇത്രയും പഴക്കമുള്ള കാറായതുകൊണ്ട് നമ്മുടെ ജനറേഷനിൽ ശരിക്കും ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ വളരെ കുറവാണ്. പിന്നെ കുറച്ച് പുതുമയുണ്ട്. അതായത് നമ്മുടെ പഴയകാല ഒരു ഷേപ്പ്, റാന്തലിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള എന്നാൽ പുതിയ സ്റ്റൈലിലുള്ള LED ലൈറ്റുകൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഇച്ചിരി ഈവനിങ് ആയാലും ഇത് ഓണാക്കി നോക്കാം, നമുക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. ഡിക്കി ചെക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് ഭയങ്കര അധികം ബൂട്ട് സ്പേസ്. ഫ്രണ്ടിലേക്ക് കിടക്കുന്ന അത്രയും തന്നെ വലിപ്പമുള്ള, ബോണറ്റിൻ്റെ അത്രയും തന്നെ വലിപ്പമുള്ള ബൂട്ട് ഈ വണ്ടികൾക്കുണ്ട്. വിശാലമായിട്ട് 3-4 പേർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കിടക്കാം. അത്രയ്ക്കും വലിപ്പമുണ്ട് ഈ സാധനത്തിന്. എന്നാൽ നല്ല ഹെവിയാണ് കേട്ടോ. ഡിക്കിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹെവിയാണ്. പിന്നെ ഇതിൻ്റെ സ്പെല്ലിങ് കണ്ടുപിടിക്കാൻ പേര് മനസ്സിലാക്കി വെച്ചിട്ട് പഴമായിരുന്നു. BELVEDERE അങ്ങനെയാണ് വന്നേക്കുന്നത്. ബെൽവെഡർ. എൻ്റെ പ്രൊണൗൺസിയേഷൻ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ചില പാർട്സുകൾ, ചിലപ്പോൾ ഈ ലൈറ്റിംഗ് സ്വിച്ചൊക്കെ പുതിയ വാഹനങ്ങളുടേതായിട്ടുള്ള മാറ്റിയേക്കുന്നതാണ്. അതൊക്കെ ഇപ്പം കിട്ടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഒരു പക്ഷേ. എന്നിരുന്നാലും പരമാവധി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ആക്കിയത് കൊണ്ട് തന്നെ നല്ല സ്മൂത്താണ് സ്റ്റിയറിംഗ്. സിമ്പിളായിട്ട് വണ്ടി
നമുക്ക് ലെഫ്റ്റും റൈറ്റും ഓടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെനിക്ക് മറ്റൊരു കാര്യം. പിന്നെ പവർ ബ്രേക്ക് ആക്കിയിട്ടുണ്ട്. ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ ന്യൂ ജനറേഷൻ വണ്ടികളുടെയാണ് ചെയ്തേക്കുന്നത്. ചില അത്യാവശ്യം ഹെവി വണ്ടികൾ, ജീപ്പോ പിക്കപ്പോ പോലുള്ള വണ്ടികളുടെ ബ്രേക്ക് സിസ്റ്റമാണ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. യാത്രാസുഖമുണ്ട്, നല്ല സുഖം, നല്ല സീറ്റ്, വിശാലമായിട്ടിരിക്കാനുള്ള സ്പേസ്, കിടന്ന് വേണേൽ പോവാം, അതുപോലത്തെ സ്പേസാണ് വണ്ടിക്കുള്ളിലുള്ളത്. അതുപോലെ നീളമുണ്ട് കേട്ടോ, വണ്ടിക്ക് അതുപോലെ നീളവും നല്ല വീതിയുണ്ട്. സൈഡൊക്കെ നോക്കി ഓടിക്കാൻ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അതുപോലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം. ഇച്ചിരി പാടാണ്, നമ്മൾ അനായാസമായി മോഡേൺ വണ്ടികൾ കൊണ്ടുപോകുന്ന പോലെയൊന്നുമല്ല. പിന്നെ നല്ല വളരെ നല്ലൊരു യാത്രാസുഖം നൽകുന്ന വളരെ നല്ലൊരു വേറിട്ട ഒരു അനുഭവം. കാരണം ഇത്രയും പഴക്കമുണ്ടായിട്ടും ഇത്രയും വെൽ മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ നല്ല സുഖമുണ്ട്, യാത്ര ചെയ്യാൻ അതിലും നല്ല സുഖമുണ്ട്. സുഖമായിട്ടിരുന്നങ്ങ് പോകാം. നിലവിൽ നമ്മുടെ സുജിത് ബ്രോ ആണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒതുക്കി താടെ എനിക്ക് ഓടിക്കണം എന്നുള്ളൊരു കൊതിയോടുകൂടി ഞാനും ഇങ്ങനെ ഇരിപ്പുണ്ട്. കുറച്ച് നേരമായി. എന്തായാലും ടെമ്പറേച്ചർ ആവാനായിട്ട് വണ്ടി കുറച്ചധികം ഓടിക്കണം, എനിക്ക് തരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കര രാജകീയമായിട്ടുള്ള ഒരു പോക്കാണ്. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ഈ ഒരു വാഹനത്തിലേക്കാണ്. എല്ലാവരും ഇങ്ങോട്ടേക്ക് നോക്കുന്നു, പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതുപോലെ വണ്ടി ഇപ്പോൾ എനിക്ക് എന്തായാലും കിട്ടി, ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ. മെല്ലെ എടുക്കുന്നു. ഒരു പേടിയുണ്ട്, കാരണം ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കണമെങ്കിൽ ഭയങ്കര ഇതാണ്. നമ്മൾ എടുക്കുമ്പോൾ അത്രയും കെയർഫുള്ളി നമ്മൾ കൊണ്ടു നടക്കണം. എന്നിരുന്നാൽ ഓവർ ഹീറ്റ് ആകുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ടൊന്ന് ഓടിച്ച് നോക്കാതെ പറ്റത്തുമില്ല. അപ്പം അത് കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് ഓടിക്കാനുള്ള ഒരു ചാൻസും കിട്ടി എന്നുള്ളത് സാരം. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കരമായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ക്ലാസിക് കാറ് നമുക്കൊന്ന് ഓടിക്കാൻ കിട്ടണം എന്നുള്ളത്. ആ ഒരു സംഭവം ഇന്ന് യാഥാർത്ഥ്യത്തിലേക്ക് മാറി. അപ്പോൾ ഇതാ എൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് ഈ എക്സ്ട്രാ ചെയ്തേക്കുന്ന റാന്തലിൻ്റെ ഷേപ്പിലുള്ള ലൈറ്റുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഒരു സൈഡ് വൈറ്റ്, ഒരു സൈഡ് റെഡ്, ഒരു സൈഡ് ഇൻഡിക്കേറ്ററിനെ പോലെയുള്ള ഒരു ആംബർ കളറാണ് വന്നേക്കുന്നത്. പക്ഷേ ടെയിൽ ലാമ്പിൽ പാർക്കും ബ്രേക്കും ഇൻഡിക്കേറ്ററും എല്ലാം റെഡ് കളർ തന്നെയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറേ പാർട്സും കുറേ അധികം കമ്പോണൻസ് എല്ലാം അന്നത്തെ ഡോഡ്ജുമായിട്ട് സിമിലറിറ്റീസ് ഉണ്ട്, ചെറിയ കൊളാബറേഷൻസ് ഉണ്ടായിരുന്നു. എന്തായാലും വണ്ടി പണിത് അടിപൊളിയായിട്ട് തിരിച്ചു പോകുന്നു. വീണ്ടും എപ്പോഴെങ്കിലും കാണാം എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി.